ആ മരത്തിന് പ്രത്യേക പേരുണ്ട്, ജെട്ടി മരം എന്ന് പറയാ. അച്ഛൻ്റെ ഡ്രോയറും എടുക്കണ്ടാവും നടുവിൽ. അത് മാത്രമേ വ്യത്യാസം. വരയൻ കുന്നത്തെ ജെട്ടിയാണ് ലോക പ്രശസ്തമായിട്ടുള്ള കേരളത്തിലുള്ള ഒരു പൊതുവെ ഉപയോഗിച്ച് വരുന്ന സാധനം. കേട്ടോ, കുന്നത്ത് കുട്ടിയിലാണ് കണ്ടത്. ഇത്തിരി വാട്ടുണ്ട് എന്ന് പറയില്ലേ, കുഴിയിലത്തെ മണ്ണ് മാറ്റിയിട്ട് ചതിക്കുഴി ഉണ്ടാക്കും. അതായത് ഇങ്ങനെ ഇനി എനിക്ക് മീനിടണം കേട്ടോ. പിന്നെ ഇരുമ്പുള്ളിയിൽ ഇഷ്ടംപോലെ ഇരുമ്പുണ്ട്, അതുകൊണ്ടാണ് ഇരുമ്പുള്ളി എന്ന് പേര് വന്നത്. ഞങ്ങളുടെ പണ്ടത്തെ വീട് എന്ന് പറഞ്ഞില്ലേ, ഒരു ഓടിട്ട പെരയാണ് കേട്ടോ. അങ്ങനെ ഒരു ഓടിട്ട പെര, വലിയ വലിപ്പമൊന്നുമില്ല. അതിൻ്റെ മുന്നിൽ ഫ്രണ്ടിൽ തന്നെ ഇതിപ്പോൾ പെര വീട് ഇതിൻ്റെ മുന്നിൽ വലിയൊരു അറയം, ഇവിടെ ഒരു കിണർ, ഇങ്ങനത്തെ കിണർ. അതായത് ശരിക്ക് അടുക്കള കിണറെന്ന് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ പുറത്തു നിന്നിട്ടാണ് കോര. അതായത് ഈ മൂലയിലത്തെ റൂമില്ലേ, അത് ശരിക്കും അടുക്കളയുടെ അടുത്ത് തന്നെയാണ്. സരി നോക്കാം, അടുക്കളയുടെ അടുത്തല്ല കിണറിൻ്റെ അടുത്ത്. ആ കിണറിൻ്റെ അടുത്ത്. അപ്പോഴേ പിന്നെ ആളുകൾ അപ്പോൾ ബാക്കിൽ ഇങ്ങനെ പറമ്പാണ്, വലിയ പറമ്പ്. ഇങ്ങനെ കുറേ പറഞ്ഞൂടാ കഥ. അല്ല, ഞാൻ അങ്ങോട്ട് വരുന്നേ. കുറേ അയലൊക്കെക്കാരുണ്ട്, എതകൾ എന്ന് പറയില്ലേ, അതിർത്തികൾ കണ്ടമാനുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്ക് നിന്നുള്ള വഴികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ട്. അന്ന് മതിലൊന്നുമില്ല, ഇതുപോലെ മതിലില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെയുടെ വഴികൾ അങ്ങോട്ട് വന്നിട്ട് ഈ കിണറിൻ്റെ അടുത്തോടെ ഇങ്ങോട്ട് പോകും. എങ്ങനെയാണെന്നറിയോ, നേരെ ഞങ്ങളുടെ പാടത്തേക്കിന് പോവുക ഈ വഴി. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഈ കിണറിൻ്റെ ഇവിടെയിട്ട് ഒരു ഇരുമ്പമ്പുളി മരമുണ്ട്. ആ ഇരുമ്പമ്പുളി മരത്തിന്മേലാണ്, മരത്തിൻ്റെ കടക്കിലാണ് അമ്മ കഞ്ഞിവെള്ളമാണ് മെയിനായിട്ട്. കഞ്ഞിവെള്ളം ഒരുവിധമൊക്കെ കുടിച്ച് തീർക്കും, ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഇതിൻ്റെ കടയ്ക്ക് കൊണ്ടുവന്ന് കുടിക്കുമ്പോൾ ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാകും. അതിൻ്റെ ഇപ്പുറത്ത്, ഈ ഇരുമ്പമ്പുളിയുടെ തൊട്ടിപ്പുറത്ത് ഒരു കുറ്റിച്ചെടി പോലെ തിന്നിട്ടാ. ഇതിപ്പോൾ അത് എന്തിട്ടാന്ന് എനിക്ക് അറിയില്ല, നന്ദിയാരവട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുള്ളൊക്കെ ഉണ്ടായിരുന്നു നിറച്ച്. ഏകദേശം ഇത്രയ്ക്ക് ഉയരത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാടത്തേക്ക്, ഈ പണിക്കാർ പെണ്ണുങ്ങൾ പാടത്തേക്ക് ഈ ഞാറ് നടാനും പുല്ല് വലിക്കാനും ഇതിനൊക്കെ പോണവരൊക്കെ ഈ വഴി കൂടെയാണ് പോവുക. പിന്നെ ഞങ്ങൾ പന്ത് കളിക്കാനും കൂട്ടുകാരന്മാരെല്ലാവരും പോണത് ഈ വഴിക്കാണ് പോണത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവരെ കണ്ണിലൊക്കെ എപ്പോഴും കാണുന്ന, നിരന്തരമായിട്ട് വർഷങ്ങളോളം കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇരുമ്പുളി മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുറ്റിച്ചെടി പോലുള്ളത്. ഇരുമ്പുളി നന്നായിട്ടുണ്ടാവും. എന്താണെന്നറിയോ, ഞങ്ങൾ ആ മരത്തിന് പ്രത്യേക പേരുണ്ട്, ജെട്ടി മരം എന്ന് പറയുക. അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ജെട്ടി കഴുകി ഉണക്കി ഉണക്കാനിടുന്നത് അമ്മ ഇടുന്നത് ഈ മരത്തമ്മിലാണ്. അത് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിലേ, ഇതൊരു മരം, ഇതേപോലെ ഉണ്ടാവും. എത്ര ഇതിനും വലിപ്പുണ്ടാവും കേട്ടോ. ഇതും എങ്ങനെയുണ്ട് എല്ലാം ഇട്ടുണ്ടാവും. ഓരോരുത്തരും എല്ലാവർക്കും ചെട്ടി ഉണ്ടാവില്ല. കനട ലോഡ് താങ്ങാൻ പറ്റിയതിന്. അതിൻ്റെ ഇടയിൽ മറ്റേ തടം പറ്റിയ പോലെ അച്ഛൻ്റെ ഡ്രോയറും എടുക്കണ്ടാവും നടുവിൽ. അത് മാത്രമേ വ്യത്യാസം. വരയൻ ആണിക്ക് തടം വീട്ടിയ പോലെ അങ്ങനത്തെ ഒരു ജെട്ടി മരം ഞങ്ങളുടെ. ഒരിക്കലും ആ ജെട്ടി മരത്തിന് കാര്യം ചെയ്ത് കിടക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഇത് നിങ്ങൾക്ക് എടുക്കണ്ടാവും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇരുമ്പുളി ഇല്ലില്ല, അന്ന് അധികം ജെട്ടിയില്ലേ ഓരോരുത്തർക്ക്. എല്ലാവർക്കും അറിയാം. അതായത് അന്നത്തെ ഇതെന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടോ, കുന്നത്തെ ജെട്ടിയാണ് ലോക പ്രശസ്തമായിട്ടുള്ള കേരളത്തിലുള്ള ഒരു പൊതുവെ ഉപയോഗിച്ച് വരുന്ന സാധനം. കേട്ടിട്ടുണ്ടോ, കുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ VIP താങ്ങിയും ഫ്രഞ്ചും താങ്ങിയുമായൊക്കെ വന്നത്. പിന്നെ ജെട്ടികൾക്ക് വില കുറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ ജെട്ടികൾക്ക് വില കുറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കയറ്റല്ലേ, അതായത് നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റാണ്. ആ കയറ്റം കയറിനോട് കൂടിയിട്ട് തന്നെ ഈ വലതുവശത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ആദ്യം നമ്മുടെ ഈ ഒരു ഇറച്ചിയൊക്കെ വിടുന്ന ഒരു ചേട്ടൻ്റെ വീടായിരുന്നു. അവർ പിന്നെ അവിടെ നിന്ന് വിറ്റത് വേറൊരാൾക്ക് വിറ്റത്. അതിലൊരു ജെട്ടി കമ്പനി വന്നു. സുനി എന്ന് പറയുന്ന ആളാണ് ജെട്ടി കമ്പനി തുടങ്ങിയത്. കുറേ പെൺകുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ജെട്ടികൾ തയ്പ്പിക്കുക. ഈ വളരെ വില കുറവാണ്. അതായത് 15 രൂപയാണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ജെട്ടി എത്രയാണ് കിട്ടും, 4-5 ജെട്ടി കിട്ടും. അങ്ങനെ കുറേ പേര് കുന്നത്തിൽ നിന്ന് മാറി വില കുറവില്ല ജെട്ടി. അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചൊറിയും, അത് വേറെ കാര്യം. എന്നിട്ട് പിന്നെ അങ്ങനെ പോയി. അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ജെട്ടി മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ മുഴുവൻ
ഈ ജെട്ടിക്കത് നിർത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രശസ്തമായിരുന്നു. നമ്മുടെ ഇരുമ്പമ്പുളി മരത്തുമ്പോ കൊറേ ഇരുമ്പമ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഇവിടെ നീ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി നിറച്ചുണ്ടായിട്ടുണ്ട്. മുകളിലൊക്കെ അതേ ഈ ഒരു സ്ഥാനത്തും ഇതുവരെ ആദ്യമായിട്ടുണ്ടാവണേന്നുകൊണ്ട് ഈ ഒരു ചില്ല കൊമ്പും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇരുമ്പമ്പുളി ഇട്ട് വെക്കാനായിട്ട് ജഗ്ഗുവിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാൻ പോകുമ്പോ ഞാൻ ചാള വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയേ. വാങ്ങിച്ചൊന്നായില്ല. കുട്ടിയിലാണ് കണ്ടത്. അല്ല അപ്പൊ അതുകൊണ്ട് ഇരുമ്പമ്പുളി പൊട്ടിക്കാന്ന് പറയായിരുന്നു ഞാൻ. കുട്ടിയിലും ബാക്കി ഇരുമ്പമ്പുളിയും ഈ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമായിട്ടുള്ള ഒരു കൂട്ടാനാണ്. അല്ല, തൃശ്ശൂർക്കാരുടെ വികാരമായിട്ടുള്ള കൂട്ടാനാണ് ഇത്. ഞാൻ നന്നാക്കി കിട്ടിയില്ല ചേട്ടാ, അടിപൊളിയായില്ലേ, കണ്ടോ നല്ല പെട്ടക്കണയില്ല. മറ്റേ നരൻ സിനിമയിൽ പറഞ്ഞ പോലെ ഇത്തിരി വാട്ടുണ്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ വാട്ടൊന്നുമില്ല. ഇവിടെ എടുത്ത് അങ്ങനെ മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ കയറി ഇവിടേക്കൊക്കെ വഞ്ചിയൊക്കെ തുഴഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ ഇത്തിരി വാട്ടർ. പക്ഷേ ഇതിന് വാട്ടറില്ല കേട്ടോ, അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മളെന്നൊരു ജെട്ടി മരത്തിൻ്റെ കാര്യം പറയുന്നത് ഞാൻ ഇരുമ്പമ്പുളിയുടെ ആലോചിച്ചപ്പോൾ ജെട്ടി മരത്തിൻ്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫേമസ് ജെട്ടിമരമായിരുന്നു. അങ്ങനെ കാലക്രമേണ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മയെന്നുകൊണ്ടൊരു വെട്ടോ തീർത്തിട്ട് ആ ജെട്ടിമരത്തിൻ്റെ ആളുകൾ കുറ്റം പറഞ്ഞു തുടങ്ങി, കളിയൊക്കെയെന്ന് പറയില്ലേ ജെട്ടിമരത്തിൻ്റെ. അയ്യോ ഇവരെ കണി കാണുന്നത് എല്ലാവരും പാടത്തേക്ക് പോകുമ്പോൾ ഈ സാധനമല്ലേ കാണുന്നത്, ഇതിങ്ങനെ നിറച്ചാണ് കാണും. സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണ്. അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ വെട്ടോ തീർത്ത് വന്നിട്ട് അതിൻ്റെ കട വെട്ടി കളഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജെട്ടിമരം നാമാവശേഷമായി. ഇപ്പോഴത്തെ കഥ എന്നല്ല കേട്ടോ, 1980, 82, 83, 84 സമയങ്ങളിലുണ്ടായിരുന്ന ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു 6-7 കൊല്ലം ആ മരം നിലനിന്നിട്ടുണ്ട്. കാരണം നല്ല വെയിലുണ്ട് അവിടെ, നല്ല കാണാൻ നല്ല ഭംഗിന് ഈ കാവടി പോലെ പല കളറുകൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കാഴ്ച എനിക്ക് മനസ്സിൽ കാണാൻ പറ്റും. നമ്മുടെ ചെറുപ്പകാലത്തൊരു ഓർമ്മയാണിത്, നല്ലൊരു ഓർമ്മയാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവും തോന്നില്ല ഇങ്ങനത്തെ ഒരു ജെട്ടിമരം. സാധനം അഴക്കേമലാണ് എല്ലാവരും കൊണ്ടുവന്നിടാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം കേരളത്തിൽ താമരശ്ശേരി വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തറവാടൊക്കെ ആ ഇരുമ്പമ്പുളിയൊക്കെ പിന്നെ നാശമായി പോയിന്നുണ്ട്. കണ്ടമാനം പൊടി ഉണ്ടാവും. അതിന് കത്തി മുറിച്ചു അത് വേറെ, പിന്നെ വേറെ ഉണ്ടായി. അപ്പം അത് പിന്നെ ഉണ്ടായതല്ല, ഇത് പണ്ട് നീയൊക്കെ ജനിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്. അല്ല, ഞാൻ ജനിക്കണതിന് മുന്നേ ഇരുമ്പമ്പുളി മരം പോയാ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇല്ല. അപ്പോൾ സരിത ഇരുമ്പമ്പുളി നന്നാക്കുന്നു, ഞാൻ മീൻ നന്നാക്കാൻ പോകുന്നു. ഈ അയിലര ദീശ കളയാണ് ഞാൻ. ഇതിൻ്റെ ഉള്ളിൽ ഇതിവിടെ ഒരു ഇതുണ്ടാവും, എന്താ പറയുക സരിതനെ, ഒരു പാറ്റ പോലത്തെ ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചകല കളയാണ് നല്ലത്. കളയണമെന്നില്ല, പൊക്കി നോക്കിയാൽ മതി. ഇരുമ്പമ്പുളി ഉള്ള കാര്യം പറയണല്ലേ ചേട്ടനോട്. ചേച്ചി ഇടയ്ക്ക് ഇരുമ്പമ്പുളി ഉണ്ടോന്ന് ചോദിച്ചു വരണതാ. നടുമുറിച്ചാ മതിയാ? എനിക്കറിയില്ല. 2 കഷ്ണം ഇതാക്കാം. ഞാൻ തന്നെ തിന്നു കഴിക്കുന്നതൊക്കെ കണ്ട് വേറെ ആരുമില്ല, ഇവരങ്ങനെ തിന്നുന്നില്ല. പക്ഷേ അല്ല, ഇതിനെ പാറ്റിൻ്റെ അവളോട്ട് സെറ്റാ, എല്ലാ അതിലേക്കും പാറ്റിൻ്റെ ഉണ്ടാവില്ല, ചിലതിനെ ഉണ്ടാവുള്ളൂ. സരിത, നിൻ്റെ ആ പാട്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി. നീ വിമർശിച്ചല്ലേ പാട്ട് ഇട്ടത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പാട്ട്, അറിയോ? പക്ഷെ എനിക്ക് ഇഷ്ടമായില്ലല്ലോ. നിനക്ക് ഇഷ്ടമായിരുന്നല്ല, എല്ലാവർക്കും ഇഷ്ടമായി. ഒരാൾ പോലും മോശം പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടൊന്നും കാര്യം. ആളുകൾ ചിലര് ആ ദീപലാലു ഒക്കെ പറഞ്ഞു കേട്ടാ, ഞാൻ എത്ര വട്ടം കേട്ടുന്ന്. കേൾക്കാൻ കുഴപ്പമുണ്ടാവില്ല. കേക്കല പാടിയത് മോശമായിട്ട് പാടിന്നല്ല ഞാൻ പറഞ്ഞേ, കേക്കല കണ്ടൂന്ന് ഞാൻ പറഞ്ഞത്. അതില് ഓരോ ഗോഷ്ടികൾ ഞാൻ കാണിക്കുന്നില്ല ഇരുന്നിട്ട്, അതാണ് എനിക്ക് ഇഷ്ടാവാത്തത്. ഗോഷ്ടികളൊന്നും അല്ലത്, പിന്നല്ലാണ്ട് അതൊക്കെ രസല്ലേ. രസ അവരല്ലോ, അത് കാരണം രസ. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലെന്ന് പറഞ്ഞ മാതിരി ഞാൻ എന്തോരം കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇവിടെയൊക്കെ, അങ്ങനെ എനിക്ക് കാണിക്കാനില്ല. അത് ചേട്ടൻ വീഡിയോയില് കാണിക്കാൻ വേണ്ടി ചെയ്യണല്ലേ, ചേട്ടനത് അറിയാലോ. ചേട്ടൻ അതില് ഗോഷ്ടികള് വീഡിയോയില് കാണിക്കുമ്പോ ചേട്ടൻ അറിയാം ഇത് വീഡിയോയില് ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇത് വീഡിയോയില് വരും, ആളുകൾ കാണും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യണേ. ഞാൻ ആ ഗോഷ്ടി കാണിക്കുമ്പോൾ എനിക്കിത് അറിയില്ല, ഇത് ഡിലീറ്റ് ചെയ്യാൻ പോണ ക്ലിപ്പാണെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കാണിച്ചോടുന്നത്. അപ്പൊ 2 വ്യത്യാസം ഉണ്ട്, മനസ്സിലായ?
ഒരു പറഞ്ഞു പഴഞ്ചൊല്ലുണ്ട്, കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഒരു മിനിറ്റ്, ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചെടുക്കട്ടെ. ഇപ്പം നീ പറഞ്ഞില്ലേ എന്ത് പഴഞ്ചൊല്ല്, ആലോചിച്ചെടുക്കട്ടെ. ചേട്ടൻ ചെയ്യണ ഓരോന്നുകൾ ചേട്ടൻ അറിയാണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഇടണം, അപ്പോഴേ ചേട്ടന് മനസ്സിലാവുള്ളൂ. ആ, എന്താ ചിരിക്കണേ? പാട്ട് ആളുകൾ ആസ്വദിച്ചു, ഇഷ്ടപ്പെട്ടു, അതാണ് കാര്യം. അത് ഭാഗ്യം. ഉം. അല്ല അത് ഭാഗ്യം അങ്ങനെ ഇത് ഉം. ആഘോഷ്ടികൾ ആളുകൾക്ക് കുഴപ്പം. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ധന്യ ചോദിച്ചു, ഇതോട്ട് ധന്യയുടെ മോള് ഈ വീഡിയോ കാണുന്നിട്ട് ഭയങ്കര ചിരിന്ന്. ആ, എൻ്റെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ, ആ അവള് ഭയങ്കര ചിരി, അവളുടെ ഭയങ്കര ചിരിയും കേൾക്കുന്നുണ്ടെന്ന്. ഉം. അപ്പം ഇതെന്താണാവോ ഇത്ര ചിരിക്കാൻ വേണ്ടിയിട്ട് അവള് വന്നിട്ട് മോള് അപ്പം ഫേസ്ബുക്കിലാണ് കാണണേ. ഉം. അപ്പോൾ ഫേസ്ബുക്കിൽ ഇത് കണ്ടപ്പോൾ അയ്യോ ഇതെന്തത് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പാടണേ വിചാരിച്ചു എന്ന് ധന്യ. എന്നിട്ട് അപ്പം തന്നെ ധന്യ പറഞ്ഞു, ഇതിവള് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇവള് ഇതിൽ ഇടാൻ സമ്മതിച്ചാ വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ. ഉം. ഞാൻ അറിയണ സരിത അങ്ങനെ അല്ലല്ലോ അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, ഡിയ നിൻ്റെ ഒരു പാട്ട് കണ്ടുല്ലോ ഞാൻ, നീ അറിഞ്ഞുകൊണ്ട് എടുത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ പിന്നിലത്തെ മറഞ്ഞിരുന്ന ചതിയുടെ കഥ അവളോട് പറഞ്ഞു. അപ്പം അവള് പറഞ്ഞ അങ്ങനെ വരട്ടെ. അപ്പോൾ അവള് കാണുന്ന സമയത്ത് അധികം പേര് കണ്ടിട്ടില്ല, അപ്പോഴേക്ക് എത്ര 25 എത്ര കമൻറ്റ് വന്നിട്ടുണ്ടെന്നതിൽ. അപ്പോൾ വേഗം അവള് കമൻറ്റ് എടുത്ത് നോക്കി ആളുകൾ ഇനി വല്ലതും പറയണ്ടോന്ന്. പക്ഷെ കമൻറ്റിൽ ഭാഗ്യത്തിന് ആരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് നന്നായതുകൊണ്ടാണ് തോന്നിയത്. എന്നാൽ ആ പാട്ട് നീ നല്ല വൃത്തിയായിട്ടൊന്ന് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘോഷി കാണിക്കാണ്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടല്ല. അതൊരു വട്ടം പാടിയ പാട്ട് എന്തിനു പിന്നെയും പാടണം? അല്ല പാട്ട് പാടിക്കൂടെ? പാടാത്ത പാട്ട് അല്ല, അത് ഘോഷി കാണിക്കാൻ പാടുന്ന പാട്ടല്ലേ. അതിന് മീൻ നന്നാക്കൽ കഴിഞ്ഞു വേണ്ട. ആ ചട്ടി കിട്ടണം, അടുപ്പ് കത്തിക്കണം. ആ ചട്ടി ചെയ്ത് തരാം, അടുപ്പ് കത്തിച്ച് തരാം. അനിലൻ ചേട്ടൻ്റെ അവിടെ ഞാൻ നിൽക്കണ സമയത്തേ, ഞങ്ങൾ നിൽക്കണ സമയത്തേ മിക്കവാറും ദിവസം ഉച്ചയ്ക്ക് മീൻ കൂട്ടാനായിരിക്കും. മിക്കവാറും ദിവസം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാള. അന്ന് ചാളയാണ് വില കുറവ്. അനിലൻ ചേട്ടനൊന്നൊക്കെ അന്ന് പണിയൊക്കെ ഭയങ്കര കുറവാണ്. ഭയങ്കര അത്രയ്ക്ക് ലാവിഷായിട്ടുള്ള ജീവിതമല്ല ഇപ്പോഴത്തെ പോലെ. അങ്ങനെ കണ്ടവാനപ്പം നട്ട്സും അതും ഇതും ഒക്കെ കഴിക്കണില്ലേ, പിന്നെ ഇറച്ചി. അനിലൻ ചേട്ടൻ്റെ അവിടെയാന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നോൺ വെജ് കഴിക്കണത് എവിടെയാ? ഷാൻ ചേട്ടൻ്റെ അവിടെയാന്ന് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞാൽ അനിലൻ ചേട്ടൻ്റെ അവിടെ മീൻകാരൻ ഏതാണ്ട് ഒരു 12:30 ആകുമ്പോഴും നമ്മുടെ അവിടേക്ക് വരുള്ളൂ. എല്ലായിടത്തേയും പോയിട്ട് ലാസ്റ്റാണ് ആൾ നമ്മുടെ അവിടെ വന്നിട്ട് അവസാനിപ്പിച്ച് പോവുക ചെയ്യുക. ഇവിടെയാണ് ആളുടെ അവസാന ഇത്. എന്നിട്ട് അപ്പം ചാളയെ വാങ്ങിക്കുക. അപ്പം ചേച്ചി എനിക്ക് ഈ മീൻ നന്നാക്കാനായിട്ട് പണ്ടും എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അറിയൂല അധികം നന്നാക്കാനായിട്ട്. അത് ചെയ്താലല്ല അറിയുക, എനിക്ക് ചെയ്യണില്ല അധികം. തീരെ പറ്റാണ്ട് വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ചേച്ചി മീൻ നന്നാക്കും. ചേച്ചി മീൻ നന്നാക്കി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, നമ്മളെപ്പോഴും നാളികേരപ്പാലിൽ തന്നെയല്ലേ വയ്ക്കുക. അപ്പോൾ നാളികേരപ്പാൽ ഒക്കെ പിഴിഞ്ഞ് ശരിയാക്കി എല്ലാം ശരിയാക്കിയിട്ട് കൂട്ടാൻ ഒക്കെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ചേച്ചി മീൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നേരെ തിളച്ചുകൊണ്ടിരിക്കണതിലേക്ക് ഇടുക. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കാച്ചുക. അങ്ങനെ അപ്പം അതുപോലെയാണ് ഇപ്പോഴും. ഞാൻ അതാക്കും, ചേട്ടൻ മീൻ നന്നാക്കി കൊണ്ടുവരും. ചേട്ടൻ്റെ മീൻ നന്നാക്കൽ സ്പീഡിൽ കഴിയും. അല്ല, അവിടെ മീൻ നന്നാക്കാനായിട്ടേ ഈ വാങ്ങിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നന്നാക്കണ അതുണ്ട്. അവിടെ ക്യൂവാ. കാരണം മീൻ ഫ്രഷായിട്ടുള്ള മീൻ, ഫ്രഷ് എന്ന് പറഞ്ഞാൽ പിടിച്ച് എവിടെ മൂന്നമ്പത്തുനിന്ന് അവിടെ നിന്ന് കൊണ്ടുവരാം. അവിടെ കുട്ടല്ലൂരേ അതിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചിലവായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ചിലവുള്ളൂ. ഇന്നിപ്പോൾ ഒരു 165 കിലോ തൂക്കുള്ള ഒരു കേര, അതായത് ടൂണ പോലത്തെ മീൻ കൊണ്ടുവന്നുണ്ട്. 165 കിലോ. അപ്പോൾ അവിടെ ചിലവായി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കണേ. അപ്പോൾ ഈ അയില നന്നാക്കി തരാനായിട്ട് സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കാത്തിരുന്ന് ഇങ്ങനെ കിട്ടും. ഞാൻ വിചാരിച്ചു നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് നന്നാക്കാം അന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല, നന്നാക്കി കിട്ടിയനെ. ചിലർ നല്ല കലാപരമായിട്ട് മീൻ നന്നാക്കും. പണ്ട് കാലത്തേ അല്ല എല്ലാ വീടുകളിലും കുറേ പിള്ളേരുകളുണ്ടാവില്ല. പണ്ട് ഇപ്പോഴത്തെ പോലെയല്ല, ഓരോ വീട്ടിലും കുറേ അംഗങ്ങളുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പിള്ളേരുകൾ വഴക്ക് കൂടും. ചേട്ടനിമാർ തമ്മിലും കിടാങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്ക് കൂടുമല്ലോ. അവസാനം എന്തുണ്ടാവും? ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റ് ഉണ്ടാവും, പന്ത് കളിക്കുകയാണെങ്കിൽ പന്ത് ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കളിക്കാനുള്ള സാധനങ്ങളില്ലേ. അവസാനം അത് അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വന്നിട്ട് ബാറ്റാണെങ്കിൽ വെട്ടത്തിരുത്ത് വന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെട്ടി നുറുക്കിയത് കഷ്ടാക്കും. ഇനി കളിയും വേണ്ട ഒരു കിളിയും വേണ്ടെന്ന് പറയും.
പന്താണെങ്കിൽ അതിൻ്റെ അത് കുത്തിപ്പൊടിക്കുക അല്ലെങ്കിൽ അവിടേക്ക് ഏതെങ്കിലും പറമ്പിലേക്ക് കാട് പോലത്തെ പറമ്പിലേക്ക് എറിഞ്ഞു കളയും. എല്ലാ കാര്യം ഇങ്ങനെയാണ്. അവസാനം വഴക്കിനെ തീർക്കുന്നത് ഇങ്ങനെയാണ്. മധ്യസ്ഥ ജഡ്ജിമാർ വന്നിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കർത്തിവ്യം മൂടരായിട്ട് പിള്ളേരും ഒക്കെ അങ്ങോട്ട് മുഖത്തോട് നോക്കിയിരിക്കും. അല്ലാതെ എന്താ പറയാൻ കാരണം? അത് അമ്മ ഞാൻ ഈ ജട്ടിമരം വെട്ടി മുറിച്ച് കളഞ്ഞില്ലേ. ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ജട്ടിമരം തന്നെയല്ലേ? നാണക്കേട് കാരണം അതെന്തിനാ പറഞ്ഞ? എൻ്റെ വീട്ടില് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അച്ചാച്ചൻ പണി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു തിണ്ണയുണ്ട്, അത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെ വരിവരായിട്ട് ആൾക്കാർ വരും, ഓരോരുത്തർ അവരെ മക്കളുടെ കൈയും പിടിച്ച് പരാതി പറയും. നിങ്ങളുടെ കേശവനെ എൻ്റെ മോനെ തല നോക്കി കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. അപ്പോൾ ഒരാൾ കയ്യൊക്കെ കൂടെ അരഞ്ഞ് പൊട്ടിയിരിക്കണത്, നിങ്ങളുടെ കേശവൻ എന്തേ എൻ്റെ മോനെ ഉന്തിട്ടു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പരാതികൾ എന്നും പരാതി ഉണ്ടോ. അച്ഛൻ ഓരോരുത്തരും ഉപദ്രവിച്ചിട്ടുള്ള പരാതികൾ കേട്ട് അത് പരിഹരിക്കലാണ് പണി. അപ്പം അമ്മാമ്മ വരും. അമ്മാമ്മ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛനെ വിളിക്കും. അപ്പം അച്ഛൻ വരും. നീ എന്തിനാണ് അവനെ തലെറിഞ്ഞ് പൊട്ടിച്ചത്? അപ്പം അവൻ എന്നെ ആദ്യം അടിച്ചു, അപ്പോഴാണ് ഞാൻ അവനെ കല്ലെടുത്ത് എറിഞ്ഞത് എന്ന് പറയാം അച്ഛൻ. അപ്പോൾ പറയും, അപ്പം അമ്മ പറയും, അപ്പോൾ ഒരു കുഴപ്പമില്ലേ, അടിച്ചവനെ അടിക്കാൻ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ആരോടും ചോദിക്കേണ്ടത്, അടിച്ചവനെ അടിക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ആ പ്രശ്നം സോൾവ്. ഇനി അടുത്ത ആള് വരൂ. ഇത് മറ്റേ ആരുടെ തലയിൽ ടാറൊഴിച്ച് എന്തൊക്കെ അച്ഛൻ ചെയ്തു വെച്ചേക്കണെന്നറിയോ? മനസ്സിനക്കര എന്ന് പറഞ്ഞ സിനിമയില് മറ്റേ ഇന്നസെന്റ് ആണ് പശുവിനെ അഴിച്ചിട്ടിട്ട് പശുവിനെ നോക്കാനായിട്ട് പരാതികളായിട്ട് വൈകുന്നേരം ബില്ല് ജയറാം കണക്കൊക്കെ കയ്യിലെഴുതി പൊക്കളാൻ പറയുന്നതിന് അതുമേ ഇതാക്കിട്ട് പൊക്കാൻ പറയും. തീറ്റ എല്ലാവർക്കും ഉണ്ടോ പണ്ട് കാലത്തെ കുറുമ്പുകൾ. അത് നമുക്ക് ചെറുപ്പകാലത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒരു പാടാണ്. ആ പാടത്തിൻ്റെ അതിൽ എങ്ങനെയുണ്ട്, ആ കരയിൽ നിന്ന് ആളുകൾ ഈ കരയിലേക്ക് പണിക്ക് പോകുന്നവരുണ്ടോ. കാലത്തേറ്റ് ഈ ചോറും പാത്രം ഇതൊക്കെ പിടിച്ചിട്ട് ഈ സൈഡിലേക്ക് ഒല്ലൂർ വശത്ത് ഈ പണിക്ക് പോകുന്നവരുണ്ടോ. മരക്കമ്പിയിലേക്ക് കോട്ട് കമ്പിയിലേക്കൊക്കെ പണിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വഴി കൂടെ ഈ പാടത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയടി പാത പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ സ്ഥലത്ത് അങ്ങനെ നടന്ന് വഴിയായിട്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ എന്താ വെച്ചാൽ ഞങ്ങൾ ചെറിയ പിള്ളേരുണ്ടാകും, ബോധാറിവില്ലാത്ത ടൈമാണ് കേട്ടോ. അത് ആലോചിച്ചോ. അല്ല അപ്പം ഇങ്ങനത്തെ വഴിയില്ലേ, ഇങ്ങനത്തെ വഴിയുണ്ടാവും. ഈ വഴിയിൽ ഈ നടുവിൽ ഞങ്ങൾ കുഴി കുത്തും. അത്രയ്ക്ക് താഴ്ചയൊന്നുമില്ല, ഏകദേശം ഇത്രയ്ക്കൊക്കെ താഴ്ച കുത്തും. കോലെടുത്ത് ഇങ്ങനെ കുത്തി ഞങ്ങൾ പിള്ളേർ കുത്തിയിട്ട് കനം കുറഞ്ഞ കോലില്ലേ, ഈ കുഴിയിലത്തെ മണ്ണ് മാറ്റിയിട്ട് ചതിക്കുഴി ഉണ്ടാക്കും. അതായത് ഇതിങ്ങനെ കനം കുറഞ്ഞ ഈർക്കിലികൾ അങ്ങനത്തെ ഇങ്ങനെയാണ് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇലകളില്ലേ, ഉഴുന്നുണ്ടീര ഇലയും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ വഴിയിലെ പോലെ തന്നെ മണ്ണിടും. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മുള്ളൊക്കെ വയ്ക്കൂട്ടാ. വെറുതെ ഒരു ഭ്രാന്ത് അല്ല, അതിൽ കൂടെ വരുന്ന ആൾക്കാരോട് വല്ല ദേഷ്യം തോന്നിട്ട് അവരോട് പകരം വീട്ടാൻ ചെയ്യണതാ. ആളുകൾ ചതിക്കുഴിയിൽ വീഴ്ത്തിട്ട് അത് കാണുക എന്ന് പറഞ്ഞ രസം അല്ല. ഞാൻ ചോദിക്കണത് അതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിനെ ഉദ്ദേശിച്ച് ചെയ്യണതാണോ? എന്ത് സൈക്കോകളാ നിങ്ങളപ്പോ. അല്ല, അത് ചെറിയ കിടാങ്ങളായിരിക്കുന്ന ടൈമിലുള്ള ഓരോ കുറുമ്പ് കാണിക്കുന്ന കളികളാന്ന് പറയുന്നതിന്. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ മണ്ണിന് മീതെ വേദനയിട്ടിട്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലവർ ചവിട്ടി വീഴും. അത് കാണുമ്പോൾ രസം. അല്ല, അങ്ങനത്തെ ഇത് ചെയ്യുന്നു നമ്മൾ തുറന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മോറൽ സയൻസിൽ ഒരു പാഠം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ചതിക്കുഴി ഉണ്ടാക്കിയത്. ചതിക്കുഴി ഉണ്ടാക്കണം. അപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളത്. ചതിക്കുഴി ഉണ്ടാക്കുക. അതായത് ഒരു ക്ലാസ്സിൽ 2 പിള്ളേരുണ്ടായിരുന്നു. അന്ന് ആ പിള്ളേരെ പേര് രാമുവും ദാമുവും അങ്ങനെയല്ല കഥകളൊക്കെ തുടങ്ങി. രാമുവും ദാമുവും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരായിരുന്നു. രാമു നന്നായി പഠിക്കും, എല്ലാത്തിലും ഫസ്റ്റാണ്. ദാമു ഒന്നും പഠിക്കില്ല. അപ്പം എപ്പോഴും ടീച്ചർമാരൊക്കെ ദാമുവിനെ കളിയാക്കും. എന്നിട്ട് എപ്പോഴും ഈ രാമുവിനെ കണ്ടുപിടിക്കി അങ്ങനെ പറഞ്ഞ് ഇവനങ്ങനെ പറഞ്ഞ് രാമുവിനോട് ഭയങ്കര പകയായി. അപ്പം രാമു വൈകുന്നേരം എവിടേക്കോ പാല് കൊണ്ടു കൊടുക്കാൻ അങ്ങനെ എവിടേക്കോ പോവും. അപ്പോൾ രാമുവിൻ്റെ വീട്ടിൽ പശു ഉണ്ട്. അപ്പോൾ പാല് കൊണ്ടു കൊടുക്കാനാന്ന് തോന്നുന്നുണ്ട്. അത് പോയിട്ട് വരണ വഴിയുണ്ട്. ആ വഴിയിൽ ദാമു ചതിക്കുഴി ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ അന്ന് ആ വഴി വരെ ഈ ദാമുവിൻ്റെ അച്ഛനാണ്. വലിയ വിറകും കെട്ടും തലയിൽ വെച്ചിട്ട് ദാമുവിൻ്റെ അച്ഛനാണ് ഈ കുഴി ഉണ്ടാക്കിയവൻ്റെ അച്ഛൻ തന്നെയാണ് ആ വഴിക്ക് വരാൻ. രാമുവിൻ്റെ ഫ്രണ്ടിൽ കയറി അയാൾ പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ കയറി നടന്ന്
അയാള് കുഴിയിൽ കാല് ഇതായി, അയാളുടെ കാലൊടിയും. താൻ കുഴിച്ച കുഴിയിൽ, അങ്ങനെ എങ്ങനെയാണ് ആ പാടത്തിന്റെ പേരായിരുന്നു. അങ്ങനെ ഒരു പാടം പഠിക്കാണ്ടായിരുന്നു സന്മാർഗത്തില്. നമുക്കുണ്ടായിട്ടുള്ളത്. ആ ചേട്ടനും കുഴിയിൽ വീണിട്ടുണ്ട്, ഉണ്ടാക്കിയ കുഴിയില്. പിന്നെ മറ്റുള്ളവരുണ്ടാക്കിയ കുഴിയിൽ ഞാനും വീണിട്ടുണ്ട്. കുഴിയിൽ ഞാൻ ഇഷ്ടം പോലെ വീണിട്ടുണ്ട്. അല്ല മറ്റുള്ളവരുണ്ടാക്കിയ കുഴികള് മറ്റുള്ളവരുണ്ടാക്കിയ കുഴിയിലല്ലേ, സ്വയം ഉണ്ടാക്കിയ കുഴിയിൽ വീണിട്ടില്ലല്ലോ. എന്തെല്ലാം കഥകൾ പറഞ്ഞേ. ഈ കാലഘട്ടത്തിലുള്ള ഓരോരുത്തർക്ക് ഇപ്പോ നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടിട്ട്. തീ കത്തിക്കാൻ പോ. നല്ല കാറ്റുണ്ട് കേട്ടാ. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കണം പതിവ് പോലെ. ഇങ്ങനെയൊന്നും അല്ലാട്ടാ, എല്ലായിടത്തും വെള്ളം പറ്റിയിട്ടില്ലേ? അതേ, നമ്മുടെ ഇരുമ്പമ്പുളിയൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെക്കണതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല. സാധാരണ ഇരുമ്പമ്പുളി ഇട്ടിട്ട് വെക്കണ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത്, മീനൊഴിച്ച് ബാക്കി എല്ലാ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് നാളികേരപ്പാൽ ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണം ഇടാം, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടാ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി, എല്ലാം വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുലി വിട്ടു. ഉലുവേറെ ഒരു മണം മീൻ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, സബോള അരിഞ്ഞത്. ഇളക്കുന്നു. മൂത്തുകൊണ്ടിരിക്കുകയാണ്. വേപ്പില ഇട്ടു കേട്ടോ, കറിവേപ്പില. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇനി മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. ഇനി മുളക് പൊടി 2 ടീസ്പൂൺ, ഒരു 2.5. ഇനി നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാലാണ് ഇട്ടാ. ഒരു വലിയ നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും കൂട്ടിച്ചേർത്തിട്ട് ഒഴിച്ചു. തിളക്കട്ടെ. ഉപ്പിടാറിയാ? ഉപ്പ് തിളക്കിപ്പിടാം. തിളക്കട്ടെ. നന്നായി തിളച്ചുടങ്ങി. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പമ്പുളി ഇടുന്നു. ഇനി അതിലേക്ക് മീനിടണം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടുന്നു. അതൊക്കെ നോക്കി കൊടുത്താൽ മതി. വേപ്പിലിടുന്നില്ലേ? ഇനി നമുക്ക് ഉപ്പിടാം. കല്ലുപ്പിട്ടാലും മതിയായിരുന്നു കേട്ടാ. കല്ലുപ്പുണ്ട് അവിടെ കൊണ്ടില്ല. തിരുവനന്തപുരം ഉപ്പിട് സ്വല്പം കൂടി. അതിന് പകുതി മതി. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. ഈ ഭാഗത്ത് ഈ കാറ്റ് ഇങ്ങോട്ട് വലിച്ചു പോണ കാരണേ. അങ്ങനെയാണ് ഞാൻ വലിയ അടുപ്പിൽ വയ്ക്കായിരുന്നു കേട്ടാ. ഇങ്ങനെ വയ്ക്കില്ല. നമുക്കൊന്ന് ചിറ്റിക്കാട്ടെ. ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ അയ്യോ കണ്ട അങ്ങനെയല്ല ചിറ്റിക്കുക. അയ്യോ വെച്ചോ. ഞാനേ ഇതിങ്ങനെ ഒറ്റ മുട്ടുമില്ല നിൽക്കണത്. ഞാൻ മോന്ത് കുത്തി ചട്ടി പൊട്ടി. നമ്മുടെ കൂട്ടാൻ പാകമായിട്ടാണ്. ചെറിയ തീയിലിരുന്നിട്ടാണ് ആവേണ്ടത്. ഞാൻ പിന്നെ ഒരു ചിരട്ട കത്തിച്ചു. ഇനി ഇതുമേ ശരിക്കും വഴറ്റിയൊക്കെ വെച്ച കാരണം കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കൂട്ടാൻ കാച്ചാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ കാച്ചി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വരുമ്പോഴാണ് ഒരു പൂർണ്ണത വരുള്ളൂ അല്ലേ? ഭംഗിയുണ്ട്. എൻ്റെ മാമൻ്റെ അമ്മായി പറയും, വലിയ മാമൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളുണ്ട്, ആങ്ങളയുടെ ഭാര്യയുണ്ട് അമ്മായി. ആ മാമനും അത് അമ്മായിയും അതെ നന്നായിട്ട് പാചകം ചെയ്യും. കുഞ്ഞുമാമൻ്റെ അമ്മായിയും അതെ നല്ല പാചകം, നല്ല ടേസ്റ്റാണ്. അപ്പം വലിയ മാമൻ്റെ വലിയമ്മായി പറയും, കൂട്ടാൻ എന്ത് മോശമായാലും ലാസ്റ്റ് കാച്ചി ഒഴിക്കണത് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭംഗി, കാണുമ്പോൾ നമുക്കൊരു ഇത് വരില്ലോ. നമ്മൾ ഭക്ഷണം ടേസ്റ്റ് ചെയ്യണത് എല്ലാ ഇതിൽ കൂടിയാ.
എന്ന് പറയാം നമ്മൾ 5 സെൻസസ് ഉണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ ഫുഡ്. അതായത് ആദ്യം തന്നെ കാണുമ്പോൾ കിട്ടുന്നത്, പിന്നെ അതിൻ്റെ മണം, പിന്നെ നമ്മൾ ഭക്ഷണത്തുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടച്ച് എന്നുള്ള ആ സെൻസ്, നാവിൽ വയ്ക്കുമ്പോൾ രുചി, ചവച്ചരയ്ക്കുമ്പോഴത്തെ ശബ്ദം, ചെവി, അങ്ങനെ 5 പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെ. അപ്പം അത് കാണുമ്പോഴുള്ളൊരു ഭംഗി എന്താവണം എന്ന് പറയാം അമ്മായി. ശരിയാ. എത്ര പൊട്ട തുണിയായാലും നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേന്ന് ഡ്രസ്സിന്, അതുപോലെ. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ കാച്ചാനായിട്ട്. ആദ്യം വെളിച്ചെണ്ണ ഉണ്ടാ, ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളത് വളറ്റാൻ. പിന്നെ നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അത് അധികം വേണ്ടാന്ന് പറയായിരുന്നു. ചേട്ടനെ കാച്ചണേ ഉള്ളിരുന്നോ? നീ കാച്ചിക്കോ, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഇട്ടത് മാത്രം. നീ ഇളക്കിക്കോ. ഇളക്കുന്നു. ചോറ് എടുത്തോന്നുണ്ട്, കുത്തരി ചോറ് കൂട്ടാന്ന് ഇപ്പോൾ വരും. ചേട്ടൻ്റെ പവറൊക്കെ പോയി, നല്ല വിശപ്പായിട്ട് ചേട്ടൻ. അടച്ചു വയ്ക്കണ്ട 10 മിനിറ്റ്, അതെ ചോറിനാൻ പോവാണോ? ചോറിനാൻ അതെ എനിക്ക് വേസ്റ്റ് തുടങ്ങി, അടച്ചു വയ്ക്കൊന്നും വേണ്ട. ഇതേ നമ്മുടെ ചോറെടുത്തു, ഇനി അരിക്ക് കൂട്ടാനെടുക്കണം കേട്ടോ. അത് വേണമെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് വാരി കഷ്ണം എടുക്കണം, കറി കഷ്ണം എടുക്കണം. അതായത് മീൻ കഷ്ണത്തിലേക്ക് ഉപ്പുംപുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല. അത് ഇനി അതിനുള്ള സമയമില്ല. മീൻ കൂട്ടാൻ ആവി പറക്കണം ഇതിൽ. അടുത്ത ഡയലോഗ് ചേട്ടൻ്റെ, ചൂട് 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 ചൂട്. ഒരു മിനിറ്റ് അല്ല പറയാൻ പോണു. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറുണ്ടോ, കൈ കഴുകി. ഭയങ്കര വിശപ്പായി. ഉണ്ണാൻ പോകാം ഇതിനെ. ഇരുമ്പമ്പുളിയും ചോറും കൂട്ടിയിട്ട് മഴക്കി തിന്നണം. അതിലൊരു കുഞ്ഞൊരു മുള്ള്. ചെറുപ്പകാലത്ത് അച്ചാച്ചൻ ഇറയത്ത് തിന്നിട്ട് ചോറിന. അച്ചാച്ചനെ അമ്മ ഇപ്പോഴല്ല, അച്ചാച്ചൻ 1978 ഉണ്ടായിരുന്നത്. ഇറയുണ്ട്, നമ്മൾ കോഴികളുണ്ട്. അപ്പോൾ അച്ചാച്ചനുള്ള ചോറും മീൻ കൂട്ടാനും അമ്മ ഇറയത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാച്ചൻ അതിൽ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അതിലേക്ക് ചാറ് ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ മഴയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ്, അതാണ് പറയാൻ വന്നത്, മഴയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ അച്ചാച്ചൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾ മുറ്റത്ത് വരും. ആ കോഴികൾക്ക് കുറേ ചോറ് വാരിയിട്ട് കൊടുക്കും. കൊടുക്കാൻ പോകാൻ ചൂടെ കോഴികളില്ലേ. എന്നിട്ടാണ് അച്ചാച്ചൻ അവർക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അച്ചാച്ചൻ ചോറിന് തുടങ്ങുക. ഞാൻ കോഴികളില്ല. സാധാരണ അടിപൊളി അല്ല, സാധാരണ നമ്മൾ മറ്റോണം വെക്കില്ല, എല്ലാം കൂടി മിക്സ് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? വ്യത്യാസം കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയാലും ഉലുവയുടെ മണവും പിന്നെ ഒക്കെ വഴറ്റണം, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? മീൻ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും രസമൊക്കെ ഉണ്ട്. മീൻ ഉപ്പുമുളകൊക്കെ പിടിക്കാം. മീൻ രസമൊക്കെ ഉണ്ട്. നമ്മൾ ഈ KFC ചിക്കനൊക്കെ അതിൽ തമ്മിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് വല്ലതും കയറിയിട്ടുണ്ടാവും, വെള്ള കളറില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ? നമ്മുടെ ആ റസീനയുടെ ബ്യൂട്ടി പാർലറിൻ്റെ താഴത്തൊരു ഇതില്ലേ, ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പോലത്തെ, അവിടെ മീൻ്റെ ഫ്രൈഡ് ഫിഷ് ഭയങ്കര ടേസ്റ്റ് അല്ലേ അത്? ഒരു വട്ടം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വലുതും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ മീൻ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാ. എന്നിട്ട് അതിൻ്റെ പേര് മറന്നുപോയി. നല്ല രസാടാ. ഇരുമ്പുളി ഇരുമ്പുളികളല്ല, ചെറിയ വലുതുകൾ ഞാൻ പൊട്ടിച്ചത് ഞാൻ കളഞ്ഞു, ചെറുത് മാത്രം എടുത്തോളൂ. ഇനി കുറേ നിൽക്കണ്ടാവില്ല, എൻ്റെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് പറയാം ഇരുമ്പുളി ഉണ്ടെന്ന്. ഇടയ്ക്ക് അയിലും ചാളയൊക്കെ വാങ്ങിച്ചിട്ട് ഇരുമ്പുളി അന്വേഷിച്ച് വരാറുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇരുമ്പുളി ഇട്ടിട്ടുള്ള മീൻ കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. ചേച്ചിക്ക് അല്ല ഞാൻ. ആളുകൾ പറയും ഇരുമ്പുളിയും അധികം കഴിക്കരുതെന്ന്. കഴിക്കരുത്, വല്ലപ്പോഴും കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ എത്ര നാളുകൾ ചേട്ടാ ഇരുമ്പുളി വയ്ക്കുന്നത്? അല്ല, ഓരോടനെ ഇരുമ്പുളി എല്ലാ ദിവസവും കഴിക്കണം, നല്ലതാ, BP കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അങ്ങനൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഇരുമ്പമ്പുളിയിൽ ഇഷ്ടംപോലെ ഇരുമ്പുണ്ട്, അതുകൊണ്ടാണ് ഇരുമ്പമ്പുളി എന്ന് പേര് വന്നേ. അപ്പം അത് കഴിച്ചാൽ നല്ല രക്തം വെക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ പ്രചരണങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങും. പക്ഷെ അത് പൊട്ടയാണ്, കിഡ്നിക്ക് പൊട്ടയാന്ന് പറയണു അല്ലേ? അതന്നെ, എന്തായാലും നമ്മൾ ഇത് കഴിക്കട്ടെ. അതെ, കോൺസെൻട്രേഷൻ പോണു ചേട്ടൻ്റെ. അതിലൊക്കെ കഴിച്ച് നിനക്ക് പപ്പടം വേണ്ടതായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ല, ഞാൻ അവിടെ പോയിട്ട് വീട്ടിൽ കഴിച്ചോളാം. പപ്പടം വേണ്ടതായിരുന്നു അല്ലേ? തന്നെ കുഴപ്പമൊന്നുമില്ല, ഇത് മതി. കുശാലമായിട്ടുള്ള ഊണ്, അടിപൊളി കൂട്ടാൻ, അടിപൊളി കഥകൾ. പതിവ് പോലെ പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. നന്ദി നമസ്കാരം പറയണ്ടേ? അതിന് പ്രിയപ്പെട്ട നമസ്കാരം തുടക്കം പറഞ്ഞില്ലല്ലോ. അപ്പം ലാസ്റ്റ് നന്ദി നമസ്കാരം വേണ്ട അല്ലേ?